ഈ ഓണക്കാലം ആവുമ്പോൾ നമ്മൾ എപ്പോഴും ഇതുവരെയൊക്കെ പറഞ്ഞിട്ടുള്ളത് ഏറ്റവും കൂടുതൽ മദ്യം ഏത് ജില്ലയാണ് എന്നൊക്കെയുള്ളത്. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. അതെ, അത് തന്നെ. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ലഹരി ഒഴുക്ക് കൂടി വർദ്ധിക്കുന്നു എന്നുള്ള ഓണം വരുമ്പോൾ നമുക്കൊക്കെ സന്തോഷമാണ്. പക്ഷെ മറ്റൊരു ഭാഗത്ത് ആശങ്ക കൂടി ഉണ്ട് എന്നതിന്റെ ഒരു റിപ്പോർട്ടിലേക്ക് നമ്മൾ ആദ്യം പറയണല്ലോ അനുജ. ഈ സമയത്ത് ഈ എക്സൈസും പോലീസും ഒക്കെ കുറച്ച് ജാഗ്രത പാലിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വരവ് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ ഓണം അടുത്തപ്പോഴത്തേന് ഈ സീസണിൽ സാധനം വേണമല്ലോ, അതിനുവേണ്ടി കൂടുതൽ സംഭവങ്ങൾ കടത്തുന്നു. അങ്ങനെയുള്ള റിപ്പോർട്ടാണ് വരുന്നത്. അതായത് ലഹരി ഒഴുക്ക് ഓണം അടുത്തതോടെ വർദ്ധിച്ചിട്ടുണ്ട് എന്ന് രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ മുന്നറിയിപ്പുണ്ട്. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കഞ്ചാവും MDMA-യുമായി യുവാക്കളെ പിടികൂടി. എന്നാൽ വൻ സ്രാവുകൾ ഇപ്പോഴും പുറത്താണ് എന്ന വിവരം കൂടിയുണ്ട്. SKN ടൂറിസം മേഖല കേന്ദ്രീകരിച്ചും നിരീക്ഷണം ശക്തമാക്കുക എന്നുള്ളതാണ് പോലീസിന്റെ നീക്കം. നമ്മൾ ആ റിപ്പോർട്ടിലേക്കാണ് ആദ്യം. തലസ്ഥാന ജില്ലയിൽ നിന്ന് മാത്രം കഴിഞ്ഞ ഒരു ദിവസം പിടിച്ചെടുത്തത് 18 കിലോ കഞ്ചാവാണ്. കാര്യവട്ടത്ത് വീട് വാടകയ്ക്കെടുത്തായിരുന്നു ലഹരി വിൽപ്പന. മുൻപ് ഓണമാകുമ്പോൾ വാറ്റുകാരായിരുന്നു കളത്തിലിറങ്ങിയിരുന്നതെങ്കിൽ ഇപ്പോൾ ഹൈബ്രിഡ് കഞ്ചാവും രാസലഹരിയും അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് എത്തിക്കുകയാണ്. ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം ജില്ലകളിൽ നാർക്കോട്ടിക് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘത്തിനും രൂപം നൽകിയിട്ടുണ്ട്. സ്ഥിരം കഞ്ചാവ് കച്ചവടക്കാർ, ഇപ്പോൾ പിടിയിലായവരുടെ സുഹൃത്തുക്കൾ എന്നിവരടക്കമുള്ളവരെ നിരീക്ഷിച്ചും നേരിട്ട് കണ്ടുമാകും പ്രവർത്തനം. വിദേശത്ത് നിന്ന് ഹൈബ്രിഡ് കഞ്ചാവും അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് കഞ്ചാവും എത്തിക്കാനുള്ള സാധ്യതയും മുൻകൂട്ടി കാണുന്നുണ്ട്. പതിവ് ലഹരി കച്ചവടക്കാർ തന്നെയാണ് ഇതിന് പിന്നിലും. വിലയും ലാഭവും ലഹരിയും കൂടുതലാണെന്നതാണ് കച്ചവടക്കാർക്കും പ്രിയം. അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് കിലോ കണക്കിന് കഞ്ചാവ് എത്തിക്കാൻ അന്യസംസ്ഥാനക്കാരുടെ പ്രത്യേക സംഘമുണ്ട്. ഈ മാസം 3 കിലോ കഞ്ചാവ് ഭായിമാരിൽ നിന്ന് പിടികൂടിയിട്ടുണ്ട്. ഈ വർഷം ഇതുവരെ 50 കിലോയോളം കഞ്ചാവാണ് പിടിച്ചെടുത്തത്. 1 കിലോയ്ക്ക് മുകളിൽ കൈവശം വെച്ചാൽ മാത്രമേ ജാമ്യമില്ലാ വകുപ്പിനനുസരിച്ച് കേസെടുക്കാനാകൂ. അതിനാൽ ഇതിനെ സിന്തറ്റിക് മയക്കുമരുന്നിന്റെ ഗണത്തിൽപ്പെടുത്തണമെന്നാണ് ആവശ്യം. സമൂഹമാധ്യമങ്ങൾ വഴി ഗ്രൂപ്പുകൾ ഉപയോഗപ്പെടുത്തിയാണ് വിപണനം. ഓണം പ്രമാണിച്ച് അന്യജില്ലകളിൽ നിന്നുൾപ്പെടെ ആളുകളെത്തുമെന്നതിനാൽ ടൂറിസം കേന്ദ്രങ്ങളിലും പ്രത്യേക നിരീക്ഷണമുണ്ടാകും. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.